നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ എന്റെ മോളെ രക്ഷിച്ചത് താനാ. താങ്ക്സ് സാറേ. ഈ നന്ദി ജീവിതകാലം മുഴുവൻ എനിക്ക് തന്നോടുണ്ടാവും. സാർ, തന്റെ പ്രോഡക്റ്റ് എന്തായാലും ഞാൻ വാങ്ങും. അമ്മാവനൊന്നും മിണ്ടായിരുന്നേ. അല്ല മോനെ, ഇത് വെച്ച് കല്യാണിയുടെ സ്കൂൾ ബാഗൊക്കെ വൃത്തിയാക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. പറ്റൂലേ? പിന്നെ ഈ ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ? സാറേ, വീട്ടിനകത്ത് ക്ലീൻ ചെയ്യുന്നതാ. അല്ല, ബാത്റൂം വീട്ടിനകത്തല്ലേ? താൻ കാണിക്കേ. ഇത് അവിടെ ഇവിടെ അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ഈ എക്സ്റ്റൻഷൻ കോഡ് ഫ്രീ ആയിട്ട് തരും. ഇപ്പൊ ശരിയാവും. തരൂല്ലേ? സാറേ, ഇത് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഈ എക്സ്റ്റൻഷൻ കോഡ് ഫ്രീ ആയിട്ട് തന്നിരുന്നെങ്കിൽ. അത് അതിന്റെ കൂടെ ഉണ്ടല്ലോ. ഇതിന് റിമോട്ട് ഉണ്ടോ? ഉണ്ടായിരിക്കുമല്ലേ? സോറി സാർ, സോറി സാർ. ഇത് എവിടെയൊക്കെ ക്ലീൻ ചെയ്യും? ഓക്കെ സാർ. ഈ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വൃത്തിയാക്കുന്ന കാര്യമുള്ളൂ. സാർ ഒന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതേപോലെ പതുക്കെ പിടിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. സംഗതി കൊള്ളാമല്ലേ? കൊള്ളാമല്ലേ സാർ? ഇങ്ങനെ ചെയ്താൽ മതി. ഇത് പറഞ്ഞാൽ വീട്ടിലുണ്ടെങ്കിലേ ഈ ജോലിക്കാരിക്ക് കൊടുക്കുന്ന കാശ് ലാഭിക്കാല്ലോ. അയ്യോ, അത് തന്നെയാണ് സാർ ഞങ്ങളുടെ കമ്പനിയുടെ പരസ്യം. ജോലിക്കാരെ ലാഭിക്കാന്ന. ഒരു കാര്യം ചെയ്യാം, ഞാൻ താഴെ പോയി പത്മ ടീച്ചറെ വിളിച്ചോണ്ട് വരട്ടാ. ഓ, ഒരു പത്മ ടീച്ചർ പേര് ഇവിടെ വേണ്ടി പോരുത്. ഒന്ന് നിർത്താവോ സാർ? എന്നോടാണോ? ഓ, തന്നോടല്ല, ഞാൻ അമ്മാവനോടാ പറഞ്ഞു. ഞാൻ എന്തൊന്ന് നിർത്താൻ? ഞാൻ പറയുന്നത് കേട്ടാ മതി. നല്ലൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊന്ന് ചെയ്യാനാ? സാർ, ഇതിന്റെ കാര്യത്തിൽ സാർ, അയ്യോ അമ്മേ, ആരെങ്കിലും വന്നു കയറിയ അവരുടെ മുന്നിൽ വെച്ച് അവളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ? അത് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയും. എന്താ, ഈ വീട്ടിൽ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ലേ? ഞാനെന്താ അടിമ? തങ്കു, മോളെ 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 സാറേ, അയ്യോ സാറേ, സാറേ, എന്താ എന്താ പറ്റിയേ മോളെ? എന്റെ പൊന്നെ സാറേ, മോള് കാണിച്ചാണ്. എന്താ ഇത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. ഷോക്ക് അടിച്ച ഈ അങ്കിൾ എന്നെ രക്ഷിച്ചത്.
എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ കാണിച്ചത്? അത് പത്മ ടീച്ചർ പറഞ്ഞു വെള്ളത്തിന്റെ കറണ്ട് ഉണ്ടാക്കുന്നതിന്. ഞാനതൊന്ന് നോക്കിയതാ. കേട്ടോ? അമ്മാവൻ കേട്ടില്ലേ എന്തൊക്കെയാ കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന്? എന്റെ കുട്ടിക്ക് അപകടം ഉണ്ടായ അവർക്കെന്താ അല്ലേ? സാറേ, ടീച്ചർമാരെ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കില്ല. ആ മോള് ചിലപ്പോ കേട്ടത് തെറ്റിപ്പോയതായിരിക്കും. ആ അതന്നെ ഞാനും പറയുന്നത്. മോക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധവും ഇല്ല. ഉണ്ടാവില്ല. എന്റെ മോളെ എനിക്ക് ഏറ്റവും വലുത്. ഇവക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ എനിക്ക് സ്വസ്ഥത കിട്ടുന്ന എങ്ങനെയാ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ അച്ഛാ. ദേ, ഇനി കറണ്ടി കളിക്കരുത്. നീ ഒരു സ്വിച്ച് പോലും ഇടണ്ട. പറഞ്ഞ കേട്ടോ? സാറിന് മോളെ വലിയ ഇഷ്ടമാണല്ലേ? അമ്മയില്ലാത്ത കുട്ടിയെ ഇവള്. ഇവക്ക് സ്നേഹം കൊടുക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ എന്റെ മോളെ രക്ഷിച്ചത് താനാ. താങ്ക്സ് സാറേ, ഈ നന്ദി ജീവിതകാലം മുഴുവൻ എനിക്ക് തന്നോടുണ്ടാവും. സാർ, തന്റെ പ്രോഡക്റ്റ് എന്തായാലും ഞാൻ വാങ്ങും. അത്യാവശ്യം വേണ്ടപ്പെട്ടവരോടൊക്കെ ഞാൻ പറയുകയും ചെയ്യും. ഓ, താങ്ക് യു സാർ. സാർ, എനിക്ക് വേറൊരു അപ്പോയിൻമെന്റ് കൂടി ഉണ്ട്. സാറിനുള്ള പ്രൊഡക്റ്റ് ഫ്രഷ് പീസ് കമ്പനിയിൽ നിന്ന് കൊണ്ടുവരും. ഞാനെന്ന് ഇറങ്ങിക്കോട്ടെ സാർ? ഏയ്, താൻ എന്തായാലും പെട്ടെന്ന് പോണ്ട. ദേ ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങാം. അയ്യോ വേണ്ട സാർ. ചായ ഇട്ട് വെച്ചിട്ടുണ്ടോ, കുടിച്ചിട്ട് പോയാ മതി. എന്റെ മോളെ രക്ഷിച്ച ആളല്ലേ താൻ? അതെ, നിന്റെ മോളെ രക്ഷിച്ച ആളല്ലേ? അപ്പോ ഇയാൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്ന കാര്യം ചെയ്യുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? എന്ത് ഉപകാരം? അല്ല മോനെ, ഇത് കൂടുതൽ ചെലവായ മോന് ഉപകാരം വല്ലതും ഉണ്ടോ? അയ്യോ പിന്നെന്താ, സെയിൽ കൂടുന്നതിനനുസരിച്ചാ എന്റെ ശമ്പളവും പ്രൊമോഷനൊക്കെ കൂടുന്നത്. അപ്പൊ പിന്നെ പത്മൻ ടീച്ചറിനും ഒരെണ്ണം വിൽക്കാം. വേണ്ടേ? അവരൊരെണ്ണം എടുത്താല് ഇയാൾക്കത് ഉപകാരമാകും. ദേ, അമ്മാവൻ ഇനിയിപ്പോ നീ അതിന് എതിർപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ എന്ത് നടന്നാലും അതിനകത്ത് വേറൊരു കച്ചവടം ഉറപ്പിച്ചോളൂ. ചെന്ന് വിളിച്ചോണ്ടോ? ആ മോനെ, ഞാൻ ഇപ്പൊ വരാട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.